لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ വളരെ സവിശേഷമായ സുദിനങ്ങളാണ് അവസാനത്തെ നാളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും നിർണായകവും വളരെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു സന്ദർഭമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. സവിശേഷമായ ഈ റമദാനിൻ്റെ സുദിനത്തിലാണ് ബദർ യുദ്ധം നടന്നത് എന്നും നമുക്കറിയാം. ബദർ യുദ്ധം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കു വേണ്ടിയുമാണ് നടന്നത് എന്നാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. ബദർ യുദ്ധം മുജാഹിദുകളും സുന്നികളും തമ്മിലുള്ള അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളെ സ്ഥിരപ്പെടുത്താനോ അസ്ഥിരപ്പെടുത്താനോ ഉള്ള കേവലമായ ഒരു കാര്യം മാത്രമല്ല. അതേസമയം തൗഹീദിനേക്കാൾ വലുതല്ല ബദറിനെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും. ബദ്രീങ്ങൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ കൂടെ ചേർന്നു നിന്ന മനുഷ്യന്മാർ അവരവരുടെ നാടുകളിൽ അനുഭവിച്ച വലിയ അനീതിയും വലിയ അതിക്രമങ്ങളും ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഓരോരോ സ്വഹാബികളുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഗോത്രത്തിൻ്റെ പേര് പറഞ്ഞ്, നിറത്തിൻ്റെ പേര് പറഞ്ഞ്, സമ്പത്തിൻ്റെ പേര് പറഞ്ഞ്, തറവാടിൻ്റെ പേര് പറഞ്ഞ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന, ഒട്ടനേകം പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന മനുഷ്യർക്കിടയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഹിജ്റ അബിസീനയിലേക്ക് നജാഷി രാജാവിൻ്റെ അടുത്തേക്കാണ്. ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നജാഷി രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി, ഞങ്ങൾ ഒരുപാട് മേഖലകളിൽ അസ്വസ്ഥരായി കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു. ഞങ്ങളിൽ ദുർബലനായ ആളെ ശക്തനായ ആൾ ദുർബലനെ കീഴ്പ്പെടുത്തും, അയൽവാസിക്ക് ഞങ്ങൾ മോശം ചെയ്യും, കുടുംബബന്ധങ്ങൾ ചേർക്കാറുണ്ടായിരുന്നില്ല, സ്വത്ത് അന്യായമായി ഭുജിക്കും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും അസ്വസ്ഥമായി കഴിയുന്ന ഞങ്ങൾക്കിടയിലേക്കാണ് റസൂല് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബബന്ധം ചേർക്കണം, ആളുകളെ ആദരിക്കണം, ബഹുമാനിക്കണം, കളവ് പറയരുത്, നല്ലത് സംസാരിക്കണം, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ പറഞ്ഞ് റസൂലുള്ള വന്നപ്പോൾ ഫസദഖ്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തിയെന്നാണ്. അദ്ദേഹത്തെ സത്യപ്പെടുത്താൻ അവിടുത്തെ മനുഷ്യർക്ക് സാധിച്ചത് ആ മനുഷ്യർ അനുഭവിച്ചിരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാൻ ഉതകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഒരു ആശയം, ഒരു ആദർശം നബി പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് സമത്വത്തിൻ്റെ ആശയമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ തന്നെ പത്നിമാരിൽ ഒരാളെ കുറിയവൾ എന്ന് ട്രോളുന്നുണ്ട്, കുറിയവൾ എന്ന് വിളിക്കുന്നൊരു സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ആയിഷ, നീ പറഞ്ഞ വാക്ക് കടലിൽ കലർത്തിയാൽ കടൽ മുഴുവൻ മലിനമാകും. കടലിൻ്റെ ഒരു പ്രത്യേകത, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ മാലിന്യം കൊണ്ടുപോയി തള്ളിയാലും കടൽ മുഴുവൻ മലിനമാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരാളുടെ അംഗപരിമിതിയോ നിറമോ ജാതിയോ മതമോ മനുഷ്യരുണ്ടാക്കി വെച്ച അതിർവരമ്പുകൾ, പടച്ചോൻ തന്നെ നൽകിയിരിക്കുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്ത സൗകര്യങ്ങൾ, ശാരീരികാവസ്ഥ, ഇവിടെയൊക്കെ പുറമെ നമ്മൾ അവരെ അത് വിളിച്ച് അപഹസിക്കുക, പരിഹസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ അപകടമാണെന്ന്
പൊതുസമൂഹത്തെ പഠിപ്പിക്കുകയും തൻ്റെ കൂടെയുള്ളവരെ നിരന്തരം തിരുത്തുകയും ചെയ്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറയുക, സമത്വസുന്ദരമായ മനുഷ്യൻ അവഗണിക്കപ്പെടാത്ത ഒരു സാമൂഹിക അവസ്ഥ രൂപപ്പെടുത്തുന്നത്. കറുത്തവളുടെ മകനെ എന്ന് ബിലാലിനെ വിളിക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ വിഷയം റസൂലുള്ളാഹിന്റെ അടുക്കലെത്തിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിളിച്ച ആളോട് ചോദിക്കുന്നുണ്ട്, ഫീക ഫിൽ ജാഹിലിയ, നീ ഇപ്പോഴും ജാഹിലിയത്തിലാണോ? അയിത്ത വിചാരങ്ങളും അയിത്ത സങ്കല്പങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എങ്കിൽ അവരുടെ ദീൻ പൂർണ്ണ അല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നിലത്തിരുന്നിട്ട്, ബിലാലെ നീ എൻ്റെ നെഞ്ചത്തൊന്ന് ചവിട്ട്, ഞാനൊന്ന് വിശുദ്ധനാവട്ടെ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ആ നാട്ടിൽ നടത്തിയ പരിവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ കാലത്ത് ബദരീങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ചേർന്ന് നിന്നത്. അങ്ങനെ ചേർന്നു നിന്ന മനുഷ്യരോട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും ഞങ്ങൾ അനുവദിച്ചു തരികയില്ല, ഞങ്ങളുടെ ഗോത്രമഹിമയെ അംഗീകരിക്കാത്ത, ഞങ്ങളുടെ കുലങ്ങളെ, ഞങ്ങളുടെ പാരമ്പര്യങ്ങളെ, ഞങ്ങളുടെ പൈതൃകങ്ങളെ തച്ചുടയ്ക്കുന്ന ഈ വ്യവസ്ഥിതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല, അങ്ങനെ ജീവിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരില്ല എന്ന് പറയുമ്പോഴാണ് ബദർ ഉണ്ടാകുന്നത്. ബദർ അബൂജഹലിന് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ യോജിക്കാനുള്ള സ്വാതന്ത്ര്യം റസൂലുള്ളാഹിക്കും റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകൾക്കും ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഒരു പോരാട്ടമാണ്. അതിൽ പരമപ്രധാനം തൗഹീദാണെന്നിരിക്കെ ആ തൗഹീദ് ആ നാട്ടിലുണ്ടാക്കിയ പരിവർത്തനം അത് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ്. സംഘുപരിവാർ രാഷ്ട്രീയങ്ങൾ നമ്മുടെ നാടിനകത്തേക്ക് ഒട്ടും പരിഷ്കൃതമല്ലാത്ത പൗരാണിക ബോധത്തിലേക്ക്, സവർണ മേധാവിത്വത്തിലേക്ക്, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യരെ ഇകഴ്ത്തുകയും തട്ടുകളാക്കി തരംതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ബദർ എന്ന് പറയുന്നത് മനുഷ്യരെ മനുഷ്യനായി പരിഗണിച്ച് അവനവൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് അവനവൻ്റെ വിശ്വാസത്തിൽ നിലനിർത്തുവാനുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയും നടന്നിട്ടുള്ള ഒരു പോരാട്ടമാണ് ബദർ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ബദറിനെ വിശാലമായ ഒരു സാമൂഹികമായ ഒരു ക്യാൻവാസിൽ ഒരു രാഷ്ട്രീയമായ വായന സമകാലിക സാഹചര്യത്തിൽ നടത്താൻ വിശ്വാസികൾക്ക് സാധിക്കുകയും ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളുടെ മുഴുവൻ ജീവിതത്തിൻ്റെ ചരിത്രം, ഓരോരുത്തരും വന്ന വഴി, അവർ ജീവിച്ചിരുന്ന ചുറ്റുപാട്, അവരെന്തുകൊണ്ട് റസൂലുള്ളാഹിയെ സ്വീകരിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ വലിപ്പവും മഹത്വവും മനസ്സിലാവും. പരമപ്രധാനം തൗഹീദ് തന്നെ. അബൂജഹലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹൽ പ്രാർത്ഥിച്ചത് ഈ രണ്ടു സംഘങ്ങളിൽ ഏറ്റവും മികച്ച സംഘത്തെ ആദരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു വിഭാഗത്തോട് റസൂലുള്ള സംഘർഷത്തിൽ ഏർപ്പെടണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു പോയിന്റാണ്. ആ പോയിന്റിൽ നിൽക്കുന്നതോടുകൂടി തന്നെ സമൂഹത്തിൽ അത് സ്വാധീനിക്കപ്പെടാൻ കാരണമായ നിലപാടുകൾ അത് മനുഷ്യനെ ചേർത്തു പിടിച്ചു എന്നതാണ്. ആ അർത്ഥത്തിൽ ബദറിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.